നമസ്കാരം. തൃശൂരിലെ അമല ജൂബിലി ആശുപത്രിയിലെ നഴ്സിംഗ് സമരം വെറും ഒരു ആശുപത്രിയുടെ ആഭ്യന്തര വിഷയമാണോ, അതോ കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ രംഗത്തെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വലിയ ചോദ്യമാണോ? ഒരു വശത്ത് മാന്യമായ വേതനവും തൊഴിൽ സാഹചര്യങ്ങളും വേണം എന്ന നഴ്സുമാരുടെ ആവശ്യം, മറുവശത്ത് ആശുപത്രി സേവനം തടസ്സപ്പെടരുത്, സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും പരിഗണിക്കണം എന്ന മാനേജ്മെന്റിന്റെ നിലപാട്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് രോഗികളും അവരുടെ കുടുംബങ്ങളുമാണ്. അമല ആശുപത്രിയിൽ ഇന്നലെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതേ സാലറി തന്നെ ജീവനക്കാർക്ക് നൽകുന്ന ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സമരം തുടരുകയാണ്. ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന സംശയം സ്വാഭാവികമാണ്. മാത്രമല്ല, സമരം അതിരൂപത ആസ്ഥാനത്തേക്കും സഭാ നേതൃത്വത്തിനെതിരെയും തിരിയുകയും ചെയ്തു എന്നത് ഈ സമരത്തിനെ മറ്റൊരു തലത്തിൽ കാണാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ കുറ്റം പറയാൻ ആകില്ലെന്നതും സത്യമാണ്. ഈ വിഷയമാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. എന്തുകൊണ്ട് ജൂബിലിയിൽ മാത്രം സമരം? അമലയിലെ UNA സമരം വിജയമോ? ജൂബിലിയിലെ വേതനം അപര്യാപ്തമോ? സഭയ്ക്കെതിരെ ആസൂത്രിത നീക്കമോ? ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് UNA സ്റ്റേറ്റ് പ്രസിഡന്റായ ഷോബി ജോസഫ്, അതേപോലെ CEO ജൂബിലി മിഷൻ ആശുപത്രിയുടെ CEO ആയ ബെന്നി ജോസഫ് നീലങ്കാവിൽ എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ഷോബിയിലേക്കാണ് വരുന്നത്. നോക്കൂ, ജൂബിലിയിൽ ഇപ്പോഴും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു ഈ സമരം തുടങ്ങിയിട്ട്. അതായത് വലിയ രീതിയിലുള്ള സമരം തന്നെ. അതേസമയം അമലയിൽ ഉള്ള സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. രണ്ട് സ്ഥലത്തും ഒരേ വേതനം തന്നെയാണ് നൽകുന്നത് എന്ന് നോക്കുമ്പോൾ ജൂബിലിയിലേക്കുള്ളത് ഒരു ഇരട്ടത്താപ്പല്ലേ UNAയുടേത്? അല്ല, അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ജൂബിലി മാനേജ്മെന്റ് ആണ് പറയുന്നത് അമല 800 ബെഡിന്റെ കാറ്റഗറിയിലേക്ക് ഉയർന്നു എന്ന്. അമല ഇതുവരെ അത് അംഗീകരിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലത്തെ കൂടെ പത്രസമ്മേളനത്തിൽ മിനിഞ്ഞാന്ന് ഇവർ ഒരുമിച്ച് വെച്ച പത്രസമ്മേളനത്തിൽ പോലും അമല പറയുന്നത് അവർ 600 ബെഡ് കാറ്റഗറി ഉള്ളൂ എന്നാണ് പറയുന്നത്. അവർ 800 ബെഡിലേക്ക് എത്തിയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, അത് നല്ല കാര്യമാണ്. കൂടുതൽ അലവൻസ് അവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടും, അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൃത്യത ക്ലാരിറ്റി ഇപ്പോൾ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ ഇപ്പോഴും അവകാശപ്പെടുന്ന ഒരു 600 ബെഡേ ഉള്ളെന്ന്. അതിനിപ്പോൾ ലേബർ ഓഫീസറെ വെച്ചുകൊണ്ട് കൗണ്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. എന്നാലേ നമുക്ക് 800 ആയിട്ടുണ്ടോ എന്ന് അറിയത്തുള്ളൂ. അഥവാ അവരാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ന് മുതലാണ് 800 ആക്കിയതെന്നും നമുക്കറിയില്ല. ഈ പറഞ്ഞവർക്ക് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പറയും, ഏപ്രിൽ മാസത്തിലാണോ അവർ 800 കാറ്റഗറി ആയിട്ട് ഉയർന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അവരിപ്പോഴും പറഞ്ഞത് ഒരു അലവൻസ് ആയിട്ടാണ് ആ എമൗണ്ട് തന്നിരിക്കുന്നത്. അത് സമരത്തിന് ഇറങ്ങിയതിന് ശേഷമാണ്. അതായത് ഞങ്ങൾ മാർച്ച് മാസത്തിലാണ് സമരത്തിന് ഇറങ്ങുന്നത്. ഏപ്രിൽ മാസത്തിൽ അവർ ഉയർത്തി എന്ന് പറയുന്നത് മെയ് മാസത്തിലെ ശമ്പളത്തിലാണ് തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു ശമ്പളം തരാമെന്ന് നേരത്തെ അംഗീകരിച്ചിരുന്നെങ്കിൽ പോലും അവിടെ സമരം ഉണ്ടാവില്ലായിരുന്നു. ഇതില്ലാത്ത അടിസ്ഥാനപരമായിട്ട് സമരത്തിലേക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ സമരം നടക്കാനുണ്ടായ പശ്ചാത്തലമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാർച്ച് മാസത്തിൽ സമരത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, സമരത്തിലേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് തന്നെ എല്ലാ മാനേജ്മെന്റുകളുമായിട്ട് അവിടുത്തെ യൂണിറ്റ് നേതൃത്വം ബാക്കിയുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. ശമ്പള വർധനവ് വേണം, നിങ്ങൾക്ക് എത്രയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള സംഭവം ഇരുന്ന് സംസാരിക്കണം. എന്നിട്ട് അതിന് പുറത്ത് ചർച്ചകൾ നടക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ട് മാർച്ച് 8-ന് ഈ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള മാനേജ്മെന്റുകളെല്ലാം വന്നുകൊണ്ട് ചർച്ച നടക്കുന്നു. അതിൽ ഈ ജൂബിലിയും അമലയും പങ്കെടുക്കുമെന്ന് ഞങ്ങളോട് അറിയിച്ചിരുന്ന സംഭവമാണ്. പക്ഷെ എന്നിട്ട് പോലും അവസാനം അവർ ആ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. ആ സമയത്ത് ബാക്കിയുള്ളവർ ഈ രേഖാമൂലം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ശമ്പള വർധന അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് പോലും ഇവർ ഈ സംഭവങ്ങൾ അംഗീകരിക്കുകയോ ശമ്പളം വർദ്ധിപ്പിച്ച് തരാമെന്ന് പറയുകയോ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് ഇറങ്ങുക. സമരത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവർ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഇത് ഞങ്ങളുടെ തൊഴിലാളികളും അല്ലെങ്കിൽ ഞങ്ങളും പുറത്താണ് നിൽക്കുക, സമരത്തിലാണ്. അപ്പൊ ആ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ അതിനുശേഷം പല ചർച്ചകൾ നടന്നു. ലേബർ ഓഫീസിൽ പല ലേബർ കമ്മീഷൻ ഉൾപ്പെടെ ചർച്ചകൾ വിളിച്ചു. ഹൈക്കോടതി മീഡിയേഷൻ നടന്നു. ഈ സാഹചര്യത്തിലൊക്കെ ഒന്നും കൂട്ടിത്തരാൻ കഴിയില്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ എന്നാൽ നിങ്ങളുടെ സമരത്തിന് ഇറങ്ങിയതിന് ശേഷം 4000 കൂട്ടിയിട്ടുണ്ട്, ആ 4000 നിങ്ങൾക്ക് തരാം എന്ന് ഇതുവരെ പറഞ്ഞതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കാര്യം ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അല്ല, വേറെ കഞ്ചിക്കട്ടെ. അതായത് ഈ ജൂബിലിയിലും അമലയിലും ഒരേ സ്ലാബ് തന്നെയല്ലേ ഉള്ളത്, ഒരേ സാലറി തന്നെയല്ലേ ജീവനക്കാർക്ക് നൽകുന്നത്. അപ്പോൾ അമലയിൽ മാത്രം സമരം അവസാനിപ്പിക്കുകയും ജൂബിലിയിൽ ശക്തമായ രീതിയിൽ സമരം നടക്കുകയും ചെയ്യുന്നു. അതിലെ ഒരു ഇരട്ടത്താപ്പാണ് ഞാൻ ഷോബിയോട് ചോദിച്ചത്. അതിനൊരു ഇരട്ടത്താപ്പൊന്നും അല്ല അതിനെ കാണേണ്ടത്. അതിനെ കാണേണ്ടതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. ഈ പറഞ്ഞ സമരം തുടങ്ങിയതിന് ശേഷം, ഇപ്പം ജൂബിലിയിൽ സമരം തുടങ്ങിയതിന് ശേഷം അവിടെ കൊണ്ടായിരുന്നതിനേക്കാൾ 4000 രൂപ മുതൽ 12000 രൂപ വരെ ഒരു സമരത്തിന് സമയത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർധനവിൽ 4000 രൂപ വർദ്ധിപ്പിച്ചെങ്കിൽ ആ വർധനവ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ സമരം അവസാനിക്കും. അതെന്തുകൊണ്ട് മനസ്സിലാക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം, ഈ 800 ബെഡിന്റെ കാറ്റഗറി പോലും ഇപ്പോഴും ഡിസ്പാരിറ്റി 10,000-3000 രൂപയുടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇപ്പം അകത്ത് സമരത്തിന് ഇറങ്ങിയതിന് ശേഷം അവർ വർദ്ധിപ്പിച്ച എമൗണ്ട് ഈ ഡിസ്പാരിറ്റി കൂടെ ക്ലിയർ ചെയ്താൽ സ്വാഭാവികമായിട്ട് നല്ലൊരു ശമ്പളത്തിലേക്ക് നഴ്സുമാർ അവിടെ എത്തും, അവിടുത്തെ തൊഴിലാളികൾ എത്തും. അത് സമരത്തിന് ഇറങ്ങി എന്ന പേരിലോ സംഘടനാ ബലമായിട്ട് നിൽക്കുന്നതിന്റെ പേരിലോ സംഘടന ഉണ്ട് എന്നുള്ള പേരിലോ സംഘടനയെ അംഗീകരിക്കാൻ പറ്റില്ല, സംഘടനയുടെ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാശിപ്പുറത്ത് മാത്രമാണ് സമരം നീണ്ടു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേറെ കൂടുതൽ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടാവാം. ഓക്കെ, അല്ല കേരളത്തിൽ അല്ല, ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പോലും ഈ ജൂബിലി അല്ലാതെ മറ്റേതെങ്കിലും ആശുപത്രികളിൽ സമരം നടക്കുന്നുണ്ടോ? ഇപ്പൊ ജൂബിലിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഡോക്ടറിലേക്കാണ്. ഡോക്ടർ ബെന്നി ജോസഫ് നീലേക്കാവിൽ, അങ്ങിലേക്ക് ഞാൻ വരികയാണ്. നോക്കൂ, ഇപ്പോൾ ജൂബിലിയിൽ മാത്രമാണ് കേരളത്തിൽ നഴ്സുമാരുടെ ഈ സമരം നടക്കുന്നത്, ജൂബിലിയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ഷോബി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, വലിയ രീതിയിൽ ജൂബിലിയെ തകർക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ട് എന്ന് പലപ്പോഴും പറയുമ്പോഴും ബാക്കി എല്ലാ ആശുപത്രികളും ഇവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുന്നു, ജൂബിലി മാത്രം അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് വായിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും വായിക്കാൻ കഴിയും. അതിനു മുമ്പ് എനിക്ക് 3 ചെറിയ കാര്യങ്ങൾ നേരത്തെ ഷോബി പറഞ്ഞതിനെ കുറിച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ചർച്ച വരുമ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യയിൽ നിന്ന് മാനേജ്മെന്റ് പ്രതിയോട് വിളിക്കണം. കാരണം അവരെ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തിലും അതിനുശേഷം ഞങ്ങൾ കണ്ടപ്പോൾ അനുസരിച്ച് ഫെബ്രുവരി മാസത്തില് 2026 ഫെബ്രുവരി മാസത്തില് അവിടെ ചർച്ച ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഏപ്രിൽ 1-ാം തീയതി മുതൽ, മെയ് 1-ാം തീയതി മുതലല്ല, ഏപ്രിൽ 1-ാം തീയതി മുതൽ ശമ്പളം കൊടുത്തിരുന്നത്. ഇത് UNAയുടെ സമരവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പരസ്യമായി അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാസ്തവവിരുദ്ധമായ രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പേരിൽ ഇന്നലെ സമരം അവസാനിപ്പിച്ചതിന്റെ ഔചിത്യക്കുറവ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം ശമ്പളം കൊടുത്തതിന് ശേഷമാണ് ഇന്നലെ ഈ സമരം അവസാനിപ്പിച്ചത്. ഈ 3 മാസം അവിടെ ശമ്പളം കൊടുത്തത് UNAക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തീർച്ചയായും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ശമ്പളം കൂട്ടിയതിന്റെ പേരിൽ ഞാൻ മനസ്സിലാക്കുന്നത് 160 പേര് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്ന അമലയുടെ കാര്യമാണ്. ജൂബിലിയെ സംബന്ധിച്ച് 3ാമത്തെ വാസ്തവവിരുദ്ധമായ കാര്യം, മാർച്ച് 8-ാം തീയതിയിലത്തെ ചർച്ചയ്ക്ക് ജൂബിലിയിൽ നിന്ന് വരാമെന്ന് സമ്മതിച്ചിരുന്നില്ല. അത് തെറ്റിദ്ധാരണയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ വാസ്തവവിരുദ്ധമാണെന്ന് പറയില്ല. അതൊരു പക്ഷേ ആശയവിനിമയത്തിന്റെ പ്രശ്നമായിരിക്കും. മാർച്ച് 8-ാം തീയതി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ ആ മീറ്റിംഗില് ഞങ്ങൾ ഇവിടെ വരും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നില്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ്. ഇത് ജൂബിലിയിൽ മാത്രം ഈ സമരം നടക്കുന്നത് തീർച്ചയായും വൈരുദ്ധ്യപരമാണ്. കാരണം ഇപ്പോൾ ഈ 800 ബെഡിന്റെ കാറ്റഗറി അനുസരിച്ച് അമല കൊടുത്തു എന്ന് പറയുന്ന ശമ്പളം 2023 നമ്മുടെ ഒരു ഇടക്കാല ആശ്വാസം കൊടുത്തത് മുതൽ 2023 മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളമാണിത്. ഇപ്പൊ ജൂബിലിയിലും അമലയിലെ കോണ്ടെക്സ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സീറ്റ് എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട്, അവിടുത്തെ ബെഡ് നമ്പർ കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കാൻ ഏപ്രിൽ മുതൽ കൊടുത്തു എന്ന് പറയുന്ന ആ ശമ്പള സ്കെയില് 2017 മുതല് ഈ 800 ബെഡിന്റെ കാറ്റഗറൈസേഷൻ കൊടുത്തുള്ള ശമ്പളം ജൂബിലി കൊടുത്തു തുടങ്ങുകയും 2023 മുതല് ഈ 32,700 രൂപ ശമ്പളം ജൂബിലി കൊടുത്തു തുടങ്ങിയതാണ്. എന്നെ ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, ഈ സമരം തുടങ്ങുന്ന സമയത്ത് ഇവര് ഈ UNAയുടെ നേതാക്കൾ സമ്മതിക്കുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും അധികം ശമ്പളം കൊടുത്തിരുന്ന സ്ഥലം ജൂബിലിയും അമലയുമായിരുന്നു. അവിടെ മാത്രം എന്തുകൊണ്ട് സമരം തുടങ്ങി? അവിടെ മാത്രം എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും അധികം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാപനം ഇപ്പോഴും സമരത്തിൽ നിൽക്കുന്നു? ഇതെന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ പശ്ചാത്തലത്തില് മിനിമം വേജസ് ഫിക്സ് ചെയ്യേണ്ടത് അതാത് സ്ഥാപനങ്ങളല്ല, അത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റിനോട് സമരം ചെയ്യേണ്ട, ഗവൺമെന്റിനോട് ആർഗ്യൂ ചെയ്യേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ജൂബിലിയിലേക്ക് വരുന്നു? ഇദ്ദേഹം ചോദിച്ചതില് മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ സമരം ആരോഗ്യ മേഖലയില് സമരം നടത്തുന്നെങ്കിൽ അതിന് ഹൈക്കോടതിന്റെ ഈ കോടതി വിധികളുണ്ട്. ആ വിധികൾ പാലിക്കാതെയാണ് UNA സമരം തുടങ്ങിയത്. ഞാൻ ചുരുക്കത്തിൽ പറയുന്ന ഇതാണ്, ഒരേ ശമ്പളം, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഇപ്പോഴും സമരം തുടങ്ങുന്നു. അതിനോടനുബന്ധിച്ച് സമരം ഉണ്ടായിരുന്ന അമല സ്ഥാപനത്തില് ജൂബിലി 2023 മുതൽ കൊടുത്തിരുന്ന ശമ്പള സ്കെയില് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ മാത്രം ശമ്പളം തുടരുന്നു. ഇത് ഞങ്ങളെ വളരെയേറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, ഒരുപക്ഷെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ശ്രീ ഷോബി, അങ്കിലേക്ക് ഞാൻ വരികയാണ്. അതായത് നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ ജൂബിലിക്ക് മുന്നിൽ മാത്രമാണ് ഈ സമരം നടത്തുന്നത്. പലപ്പോഴും ജൂബിലിയുടെ ആരോപണം എന്ന് പറയുന്നത് ഇത് നേഴ്സുമാരല്ല സമരം ചെയ്യുന്നത്, UNA എന്ന് പറയുന്ന ഒരു സംഘടനയാണ് സമരം ചെയ്യുന്നത്. അതുമാത്രമല്ല, അതിരൂപത ആസ്ഥാനത്തേക്ക് നടത്തുന്ന പ്രകടനങ്ങൾ, അധ്യക്ഷനെതിരായ പരാമർശങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ UNA നടത്തുന്നത് ഒരു നേഴ്സുമാർക്ക് വേണ്ടിയുള്ള ഒരു സമരമാണോ? അല്ലാതെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എന്താണ് അതിനൊന്ന് വിശദീകരിക്കാമോ? അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ബെൻസാർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാണ്.
അമല ഇതുവരെ 800 ബെഡാണെന്ന് ഇന്നലെ കൂടി അവർ അംഗീകരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. മിനിഞ്ഞാത്തെ പത്രസമ്മേളനത്തിൽ പോലും പറഞ്ഞ അവർ 600 ബെഡേ ഉള്ളൂ, അവർ അതിന്റെ ശമ്പളം കൊടുക്കേണ്ട ബാധ്യത അവർക്കുള്ളൂ എന്നാണ് പറയുന്നത്. അവർ 800 ബെഡായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഒരു 20% കൂടെ അലവൻസ് ബാക്കിയുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് അവരിപ്പോഴും അവകാശപ്പെടുന്നത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത് എന്നാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കൂടിയ പത്രസമ്മേളനത്തിൽ പോലും അവർ അറിയിച്ചതായിട്ട് കേട്ടതും. അതുപോലെ തന്നെ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ശമ്പളം വർദ്ധിപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് ജൂലി സച്ചിനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത് വാർത്താ സമ്മേളനത്തിൽ ക്ലിപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതിന് വ്യക്തമായിട്ട് അദ്ദേഹം ഇത് തന്നെയാണ്, ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഊന്നി അദ്ദേഹം പറയുന്നുണ്ട്. 800 ബെഡിന്റെ കാറ്റഗറിയിലോട്ട് അമല ഇല്ല, ഇപ്പോഴും 800 ബെഡിന്റെ കാറ്റഗറി ആയിട്ടില്ല എന്നും 600 ബെഡിന്റെ കാറ്റഗറിയിൽ ആണ് അമല ഇപ്പോഴും നിൽക്കുക എന്നും സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശമ്പളം വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കാണിക്കാവോ, ഒന്ന് കേൾപ്പിക്കാവോ? സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് റെനി അച്ഛൻ ഉൾപ്പെടെ ഇരുന്ന് നിങ്ങൾ ജൂബിലി കൂടിയ ജൂബിലി അതൊന്ന് വീഡിയോ ക്ലിപ്പ് കാണിക്കാവോ? അല്ലെങ്കിൽ ഷക്കീന ടിവിയുടെ മോഡറേറ്റർ തീർച്ചയായും ഞാൻ എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, കാരണം ഞാനത് കണ്ടില്ല എന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അതിനകത്ത് ഈ പർട്ടിക്കുലർ സംഭവം പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടില്ല. തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ബെന്നി സാറിന് അയച്ചു തരും. അത് ഞാൻ അയച്ചുതരാം. ഞാൻ ഇത് കഴിയുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ഫോണില് ജൂലിയസിനെ വിളിച്ച് ചോദിക്കൂ. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് വരാം അടുത്ത റൗണ്ട് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വരാം. അതിനുള്ള ഒരു സമയം എനിക്ക് വേണം. അതിന് വിളിക്കാം, അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിൽ ക്ലിപ്പ് നിങ്ങൾക്ക് പരിശോധിക്കാം, അത് എന്ത് വേണം ചെയ്യാം. എന്തായാലും അമല ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ അറിഞ്ഞിരിക്കുന്നതും ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ്. പത്രസമ്മേളനം അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശമ്പള വർധനവ് അംഗീകരിച്ചാൽ എപ്പോഴാണെങ്കിലും സമരം നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. സമരത്തിന് ഇറങ്ങുക പോലും ഇല്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സമരത്തിന് ഇറങ്ങിയതിന് ശേഷം ബെൻസാർ പറഞ്ഞ കണക്ക് ഏപ്രിൽ മാസത്തെ ശമ്പളം വർദ്ധിപ്പിച്ചാൽ അത് മെയ് മാസത്തെ ശമ്പളത്തിലാണ് കിട്ടുക. അതായത് മെയ് മാസം മുതലാണ് അവർ ശമ്പളം കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്, ഒരു പറഞ്ഞതനുസരിച്ച് പോലും. ഞങ്ങൾക്ക് രേഖാമൂലം ഒരു രേഖ കിട്ടുകയോ ചെയ്തിട്ടില്ല. അത് അവർ അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്നോ ഒരു ചർച്ചയോ ഒരു തീരുമാനമോ ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് സമരത്തിലേക്ക് പോകുന്നത്. കേവലം ജൂബിലിയിലും അതേ സാഹചര്യത്തിൽ തന്നെയാണ് സമരത്തിലേക്ക് പോവുക. നിങ്ങളുമായിട്ട് നിങ്ങളുടെ അവിടുത്തെ യൂണിറ്റ് നേതൃത്വം തലേ ദിവസം കൂടി വന്നിട്ട് സംസാരിച്ചതാണ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ തുറന്ന മനസ്സോടെ ഞങ്ങളിവിടെ ഉണ്ട്, എന്തെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പശ്ചാത്തലമാണെങ്കിൽ വർദ്ധിപ്പിക്കുക, ഇരുന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിനൊന്നും നിങ്ങൾ മുഖവലിക്ക് എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് അവിടെ സമരം തുടങ്ങിയത്. സമരം തുടങ്ങിയതിന് ശേഷം സാർ നോക്കുക, ഇന്ന് അമല ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജൂബിലി ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഇത്രയും നാളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങളെക്കാൾ ശമ്പളം അവിടെ ഈ 300 ബെഡ് 250 ബെഡുള്ള സ്ഥാപനങ്ങൾ വരെ നൽകുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതെന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് നിയമം മൂലം കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ഇതുവരെ ഈ പറഞ്ഞതുപോലെ അല്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ ഷോബി, ഇത് അതായത് ഒരു അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിക്കട്ടെ എന്നുള്ളതാണ് ഒരു പോയിന്റ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കാണിക്കാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നില്ലേ? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അമലയിൽ മാത്രം അല്ല, ജൂബിലി മാത്രമല്ലല്ലോ സമരം നടന്നിട്ടുള്ളത്. സമരം എത്രയോ സ്ഥാപനങ്ങളിൽ നടന്നു. എല്ലാ കാലത്തും സമരങ്ങളും പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഒരു വർധന ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാന വേതനം ഉയർന്നിട്ട് എത്ര കാലമായി? 2018 ശേഷം ഒരു മിനിമം ബേസ് ഉണ്ടായിട്ടില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ സമരം നടത്തി പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ സമയത്തെല്ലാം ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ മാനേജ്മെന്റുകൾ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചിലവുകൾ പരിഗണിച്ചുകൊണ്ട് ഒരു വർധനവുകൾ നൽകിയിട്ടുണ്ട്. അതും സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നൽകിയിട്ടുള്ളൂ. അല്ലാതെ എല്ലാ വർഷമോ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ കണ്ടറിഞ്ഞ് ആരും കൂട്ടിയിട്ടില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത് സമരത്തിന്റെ പശ്ചാത്തലം ഉണ്ടാവുകയും അവിടെ സമരത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് വിളിച്ചൊരു ചർച്ചകൾ ഉണ്ടാവുകയും ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യുക. അപ്പോൾ അത് അടിസ്ഥാന ശമ്പളം ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലാളികളെ സംബന്ധിച്ച് കൊണ്ടാവുന്ന വേറെ കുറെ ഗുണഫലങ്ങളും കൂടെ ഉണ്ട്. അവരുടെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് അഫക്റ്റ് ചെയ്യും. ഇത് ഈ കാലങ്ങളായിട്ട് ഈ സംഭവങ്ങളൊന്നും മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം മറ്റു യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ഒരു ശമ്പള വർധനവ് മാത്രം ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ഗ്രാറ്റുവിറ്റിയിലോ അവർ 5 വർഷം കഴിഞ്ഞ് പുറത്തു പോവുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവുക ചെല്ലുമ്പോൾ കിട്ടേണ്ട അവരുടെ ആനുകൂല്യങ്ങൾ അതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, അതൊന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പല മാനേജ്മെന്റുകൾ അടിസ്ഥാന ശമ്പളം ഉയരുന്നതിനെ എതിർക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ജൂബിലിയെ സംബന്ധിച്ചിട്ട് ജൂബിലി ഈ ഒരു സംഭവത്തിൽ എടുത്തൊരു സ്റ്റാൻഡ് ഞങ്ങൾക്ക് എന്തായാലും ഗുണകരമാണ്. കാരണം അടിസ്ഥാന ശമ്പളം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ സമരത്തെ നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ അടിസ്ഥാന ശമ്പളം എന്ന നിലയിൽ പുതിയൊരു ശമ്പള പരിഷ്കരണം ഉടനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനുവേണ്ടി എന്തായാലും സമരം അവസാനിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ ഒരു പാതയിൽ ഞങ്ങൾ നീങ്ങും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അതെ, എനിക്ക് ബെന്നിസാറിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ബെന്നിസാർ, ഇത് ഒരു ടേബിളിന് മുമ്പ് ഇരുന്ന് പണ്ടേ തീർന്നു പോകേണ്ട സംഭവമാണ്.
നിങ്ങൾ അവിടെ യൂണിറ്റ് നേതൃത്വമായിട്ട് ഇരുന്നിട്ട് പോലും ഒരു ഈ വർദ്ധിച്ച ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ആ ചെലവുകൾ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലും ഈ കാലങ്ങളായിട്ട് ഈ മേഖലയിൽ ശമ്പള വർധന ഉണ്ടാകാത്തത് കൊണ്ടാണ് സമരത്തിലോട്ട് പോകുന്നത്. അത് അവിടുത്തെ യൂണിറ്റ് നേതൃത്വം ഉൾപ്പെടെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ പരിഗണിക്കാതെ അവരെ സമരത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് മാത്രം അവിടെ സമരം ഉണ്ടായത്. ആ സമരത്തിന് ശേഷം ഈ സമരത്തിന് ശേഷം സമരം ഇറങ്ങിയതിന് ശേഷം പോലും അവിടെ അകത്തുള്ളവർക്ക് 12,000 രൂപ വരെ വർധന കൊടുത്തു. അത് കുറച്ച് 8,000 ആക്കി ഇപ്പൊ 4,000 ഏതാണ്ട് കൊടുക്കുന്നുണ്ട്. 4,000 മുതൽ 5,000 വരെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇത് സമരത്തിന് ഇറങ്ങിയവർക്ക് ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വർധനവ് കൊടുത്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ സമരം നടക്കില്ലായിരുന്നു, സമരത്തിലേക്ക് പോവില്ലായിരുന്നു. പിന്നീട് സമരത്തെ വർഗീയവൽക്കരിച്ചത് എത്ര ദിവസം 2 മാസം അടുത്തതിന് ശേഷമാണ്. അതുവരെ സമരം ചെയ്ത് ജൂബിലിയുടെ മുമ്പിൽ സമരം ചെയ്ത് തന്നെ പിള്ളേരിരുന്നേ. 2 മാസം കഴിഞ്ഞിട്ട് തീരുമാനമാകാത്തതിന്, ഒരു ചലനം ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുന്നവരെല്ലാം ഇതിന് തീരുമാനമെടുക്കേണ്ടത് ബിഷപ്പാണെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ബിഷപ്പ് ഈ പറഞ്ഞ സ്ഥാപനത്തിന്റെ ചെയർമാൻ ആയതിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പ് ഇതിലൂടെ മാർച്ച് വെച്ചത്. അല്ലാതെ വിശ്വാസ സമൂഹത്തിനെതിരെയോ അല്ലെങ്കിൽ സഭയ്ക്കെതിരെയുള്ള മാർച്ചായിരുന്നില്ല, മതയ്ക്കൊരു പ്രക്ഷോഭമായിരുന്നില്ല, പ്രതിഷേധമായിരുന്നില്ല. പിന്നെ അതിൽ പങ്കെടുത്തവർ ഈ പിന്നെ ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാർ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക സഭയിൽ നിന്ന് പുറത്താക്കിയവരാണോ? ഈ കാര്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് അറിയില്ല. വെള്ളയിട്ട് അല്ലെങ്കിൽ ലോഹയിട്ട് വരുന്നവര് കുർബാന ചെല്ലുന്നവരാണെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഞങ്ങൾ. അതിനപ്പുറത്തേക്ക് സഭയെ പറ്റിയോ സഭയുടെ എന്താ പറയാ ഈ രീതിയിലുള്ള ഗെയിമുകളെ പറ്റിയോ ഒന്നും നമുക്കറിയുന്ന ആൾക്കാരല്ല. സാധാരണപ്പെട്ട വിശ്വാസി പള്ളിയിൽ പോകുന്ന ആൾക്കാർ മാത്രമേ ഞങ്ങള്. നമ്മളെ സംബന്ധിച്ച് ലോകമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് പുറത്താക്കിയതാണോ അല്ലെങ്കിൽ അവര് വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വേറെ പ്രശ്നമുണ്ടോ? ഇതൊന്നും അല്ല. അത് ഷോബി അതെന്തായാലും സഭയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷമെങ്കിലും തിരുത്താമായിരുന്നു. ഞാൻ ഷോബിയിലേക്ക് വരാം. ഡോക്ടർ ബെന്നി സാറിലേക്ക് ഞാൻ വരുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് സമരം തീർക്കാൻ ഒരുപാട് അവസരങ്ങൾ ജൂബിലിക്ക് ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ല. ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു ഇത്, പിന്നെയും നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഷോബിയുടെ പോയിന്റ്. സാറിന് പറയാം. ഓക്കെ, എന്തായാലും ഷോബി ഇപ്പോഴെങ്കിലും 2 മാസം കഴിഞ്ഞപ്പോ ഇത് വർഗീയവൽക്കരിക്കാനും ബിഷപ്സ് ഹൗസിൽ പോയെന്ന് സമ്മതിച്ചല്ലോ. ഞാൻ ഈ ആദ്യം പറഞ്ഞ 3 പോയിന്റുകള് വാസ്തവിരുദ്ധമാണ് ഷോബി. 2013 ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു 32,718 നമ്മൾ നിയമബാധിതമായിട്ട് നമ്മൾ കൊടുക്കാനുള്ളതാണ്. അത് തെറ്റാണ് ഷോബി. എനിക്കവിടെ ഷോബി കുറച്ച് പേപ്പറുകൾ പഠിക്കണം. 2013 മിനിമം വേജസ് ആണ് ഇപ്പൊ നിലനിൽക്കുന്നത്. നിയമവ്യവസ്ഥയിൽ നിൽക്കുന്നത് 2013 നിയമവ്യവസ്ഥയാണ്. 2018 മിനിമം വേജസ് ഹൈക്കോർട്ട് സ്ക്വാഷ് ചെയ്തു. 2023 നിയമവ്യവസ്ഥ ഇറങ്ങിയിട്ടില്ല. ഒരു കാര്യം ഷോബി പറഞ്ഞത് കറക്റ്റ്, 800 ബെഡിന്റെ അടിസ്ഥാനം വന്നത് 2013 പക്ഷെ 32,718 കൊടുക്കേണ്ടത് നിയമത്തിന്റെ ഭാഗമല്ല. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ചർച്ച നടന്നിട്ടില്ല. നിങ്ങൾ യൂണിറ്റ് നേതൃത്വത്തോട് ചോദിച്ചു നോക്കുക. സമരം തുടങ്ങുന്നതിന് മുമ്പ് ഫോർമൽ ചർച്ചകൾ, ഇൻഫോർമൽ ചർച്ചകളല്ല, സമരം തുടങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഫോർമൽ ചർച്ചകളും സമരം തുടങ്ങിയതിന് ശേഷം 2 പ്രാവശ്യം ഫോർമൽ ചർച്ചയും നടന്നിട്ടുണ്ട്. ഇൻഫോർമൽ ചർച്ചകളെ കുറിച്ച് പറയുന്നില്ല, കാരണം അത് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഷോബിക്ക് അറിയാം ഇൻഫോർമൽ ചർച്ച നടന്നതിന്, ഞാൻ പറയില്ല. ഫോർമൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടേബിളിന് പുറത്ത് ഇത് തീർക്കാതിരുന്നതിന്റെ കാരണങ്ങൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. എവിടെയാണ് ഈ സമരത്തിന്റെ നില പാളിയത്, എവിടെയാണ് ഇതിന്റെ പാളിച്ച പറ്റിയത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യം നിങ്ങൾ ഇവിടെ നേതൃത്വമുള്ളവരെ വ്യക്തിഹത്യ ശ്രമിച്ചു. ഞങ്ങൾ ആരും മിണ്ടിയില്ല. ഇൻഫോർമലായിട്ട് തമാശയ്ക്ക് പലതും പറയാറുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിനെ ബിഷപ്സ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുപോയതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, 2013 നിയമവ്യവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് ഇരട്ടിയിലേക്കാൾ എത്രയോ കൂടുതലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഷോബി പറഞ്ഞു ഒരു കാര്യം ഞാൻ വളരെ ഏറെ അംഗീകരിക്കുന്നു. ഇത് ഈ 2 പേരുടെയും എഫേർട്ട് ഉള്ളത് കൊണ്ട്, UNA-യുടെയും മാനേജ്മെന്റുകളുടെയും എഫേർട്ട് ഉള്ളത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് മിനിമം വേജ് ഇറങ്ങും. ഇത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെട്ടിരുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞത്. ഗവൺമെന്റ് നിശ്ചയിക്കേണ്ട മിനിമം വേജസ് നമ്മൾ ഒരുമിച്ചല്ല, ഗവൺമെന്റിനോട് പ്രഷറൈസ് ചെയ്ത് നിശ്ചയിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നേരത്തെ അവസാനം ഷോബി പറഞ്ഞ പോയിന്റിലേക്ക് കടക്കാം. 2 മാസം കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ഇതിനെ വർഗീയവൽക്കരിച്ചതും ബിഷപ്സ് ഹൗസിൽ പോയതും. അത് തെറ്റാണ്. നിങ്ങൾ ആദ്യം ഇത് പോയത് മെയ് ആദ്യത്തിലോ ഏപ്രിൽ അവസാനമാണ് ഈ 2 അച്ഛന്മാരെന്ന് വിളിക്കുന്ന ആളുകളെയും കൊണ്ട് നിങ്ങൾ പോയത്. അത് 2 മാസം കഴിഞ്ഞിട്ടൊന്നുമല്ല. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇപ്പോ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച 8 മണിക്കൂറോളമാണ് ബിഷപ്സ് ഹൗസ് ഉപരോധിച്ചത്. 4.5 ലക്ഷം വരുന്ന ആളുകളുടെ ആസ്ഥാനം ഉപരോധിച്ചത്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ അതിരൂപത അധ്യക്ഷൻ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റുകൾ ഇട്ട് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചത്. ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്നെയും ഇവിടെയുള്ള നേതൃത്വത്തെയും മനഃപൂർവ്വം മാനഹാനി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു. ഇത് നിങ്ങൾ
ഈ സമരം തീർക്കാനുള്ള ഉദ്ദേശത്തിലല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ കൃത്യമായ മോട്ടീവ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇത് ഒരു പ്രൊഫഷണൽ യൂണിയൻ ബിഹേവിയർ അല്ല നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇനി ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ എത്രമാത്രം ഞങ്ങളുടെ ഭാഗത്ത് നടന്നു എന്നുള്ളത് നിങ്ങൾ യൂണിറ്റ് നേതൃത്വത്തോട് ചോദിച്ചു നോക്കൂ. ഗവൺമെന്റ് വിളിച്ച ചർച്ചയുടെ തലേദിവസമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, ഞാൻ നീട്ടുന്നില്ല എന്റെ ആർഗ്യുമെന്റ്. ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മിനിമം വേജസിന് വേണ്ടി അതാത് സ്ഥാപനത്തിൽ വളരെ അശാസ്ത്രീയമായി, അൺപ്രൊഫഷണലായി, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഇല്ലാത്ത സമരം നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനൊരു ജൂബിലിയിലെ CEO എന്നതിലുപരി ഈ അതിരൂപതയിൽ നിങ്ങൾ കാട്ടിയ സംഭവങ്ങൾ അതിരൂപതയിൽ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് അപലപനീയമാണ്. ഒരിക്കലും ഞങ്ങൾക്കിത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഷോബി അങ്ങ് കേട്ടല്ലോ. ഞാൻ ഒന്ന് പറയട്ടെ. അതായത് ഇപ്പൊ സാറ് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതായത് അതിരൂപതയിലേക്ക് നടന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. സമരം നിങ്ങളുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും തെന്നി മാറിപ്പോയോ? എന്താണ് സംഭവിച്ചത് ശ്രീ ഷോബി? തെന്നി മാറിപ്പോയിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളല്ലായിരുന്നു മറ്റാരെങ്കിലും ആയിരുന്നു അവിടെ സമരം ചെയ്യേണ്ടത് അല്ലേ? സമരം ഒന്നും തെന്നി മാറിപ്പോയിട്ട് സമരം വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും സമരം നടത്തുന്നത്. പിന്നെ സമരങ്ങളെ സംബന്ധിച്ച് സമരം സ്വാഭാവികമായിട്ട് നീണ്ടു പോകുമ്പോൾ പല തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, പല ആൾക്കാരുടെ അതിനെപ്പറ്റി അഭിപ്രായ സംഭവങ്ങൾ ഉണ്ടാവും, പല പോസ്റ്റുകളുടെ സ്വാഭാവികമായിട്ട് അവരവരുടേതായ അഭിപ്രായങ്ങൾ കമ്പനികളും വരാം. അല്ലാതെ ഇന്ന് വരെ ഈ പറയപ്പെടുന്ന സഭാധ്യക്ഷനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംഘടന എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഇതിൽ ഇടപെടുന്നു, അദ്ദേഹം ആണ് ഇടപെടേണ്ടതെന്ന് 2 പ്രാവശ്യവും വന്നിട്ട് ഈ മന്ത്രിമാർ വിളിച്ചിട്ട് ചർച്ച 2 പ്രാവശ്യം വന്നിട്ട് അദ്ദേഹമാണ് ഇടപെടേണ്ടത് പറഞ്ഞത് ജൂബിലിയുടെ ഈ പറഞ്ഞ ബെന്നി സാർ ഉൾപ്പെടെ ഈ പറഞ്ഞ റെനി അച്ഛൻ ഉൾപ്പെടെയുള്ളവരാണ് പറഞ്ഞത് അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. നല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഷോബി നിർത്തിക്കോട്ടെ. ഒരു മിനിറ്റ് സാർ, ഞാൻ ഒരു കാര്യം ഞാൻ ഷോബിനെ വെല്ലുവിളിക്കുകയാണ്. ഷോബി, ഞാൻ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? ഷോബി പറഞ്ഞല്ലോ നിങ്ങളുടെ UNA ബന്ധപ്പെട്ട ആളുകള് ജൂബിലി മാനേജ്മെന്റിനെയോ അതിരൂപത അധ്യക്ഷനെയോ പരസ്യമായോ രഹസ്യമായോ പബ്ലിക്കായിട്ട് അധിക്ഷേപിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തന്ന നാളെ സമരം നിർത്തുമോ? അല്ല, ഞാൻ കാണിച്ചു നോക്കട്ടെ. സാർ ഉദ്ദേശിക്കുന്ന UNA എന്ന് പറയുന്നത് ആരെയാണെന്ന് പറയുന്നത് സംഘടനാ നേതൃത്വം ഔദ്യോഗികമായിട്ട് ജൂബിലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരൊക്കെ പറയാം? നിങ്ങൾ 3-4 പേരല്ലേ? അല്ലാതെ ഈ സഭയപ്പെടുന്ന ആരെഴുതിയാലും രൂപതയപ്പെടുന്ന രീതിക്കാണോ നിങ്ങൾ വ്യാഖ്യാനിക്കുക? ആണോ? അംഗീകരിക്കാം. ഇല്ല ഷോബി, ഞാൻ പറഞ്ഞതിന് വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞ തൃശ്ശൂര് കിഴക്കേക്കോട്ടയിൽ നിങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ വീഡിയോയും ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾ വ്യക്തിഹത്യ നടത്തിയത് ഞാനിപ്പോ തെളിയിച്ചാൽ നിങ്ങൾ നാളെ മുതൽ സമരം നിർത്തുമോ? അതില്ലെന്നാ ഷോബി പറഞ്ഞത്. ഡു യു ഹാവ് ദി ഗട്ട്സ് ടു സ്റ്റോപ്പ് ദിസ് സ്ട്രൈക്ക്? ഞാൻ ഇപ്പൊ ഈ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഈ പറഞ്ഞ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പിനെയാ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഷോബി ആ പോയിന്റിന് എന്തോ ഒരു മറുപടി പറഞ്ഞിട്ട് അതൊന്ന് ഷോബി പറയാമോ? അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല മിസ്റ്റർ റോജി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഓക്കെ, സാർ പറയൂ. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞു. ഷോബി വീണ്ടും പറഞ്ഞു ഞാൻ ചർച്ചയിൽ വന്ന് പറഞ്ഞു എന്നാ പറയുന്നേ ബിഷപ്പ് ആണ് സമരം തീർക്കേണ്ടതെന്ന്. ഷോബി, ഞാൻ ചർച്ചയിൽ വന്നത് പറഞ്ഞത് ഷോബി തെളിയിക്കുകയാണെങ്കിൽ ഞാൻ പറയും 1,00,000 രൂപ നാളെ ഷോബിക്ക് തരാം. ഒന്ന് തെളിയിക്കാൻ പറ്റൂ? ഞാൻ നിങ്ങളുടെ ഔദ്യോഗിക ചർച്ച അല്ലല്ല ഷോബി പേര് മാറ്റരുത്. ബെന്നി സാറ് ചർച്ചയിൽ ഔദ്യോഗികമായി ബിഷപ്പാണ് സമരം തീർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഷോബി പറഞ്ഞേ, അതൊന്ന് തെളിയിക്കാൻ പറ്റൂ? എന്നെ സംബന്ധിച്ച് ആ ചർച്ചയിൽ നിങ്ങൾ ബെന്നി സാറും ഈ പറഞ്ഞ നമ്മുടെ റെനി അച്ഛനും നിങ്ങൾ 2 പേരാണ് റെപ്രസെന്റ് ചെയ്ത് വന്നത്. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ 2 പേരും പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ആരാ? ഞങ്ങളോടല്ല പറഞ്ഞത്. ഞങ്ങളോട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾ ഞങ്ങളോട് എന്നാ ഷോബി ഇത് പറഞ്ഞത്? ബെന്നി സാറും മന്ത്രി തലത്തിൽ 2 ചർച്ചകൾ വിളിച്ചിരുന്നു ഇല്ല? 2 പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ട് ട്രിവാൻഡ്രത്ത്. ആ 2 ചർച്ചകൾക്ക് ശേഷവും എന്താ പറഞ്ഞത്? ഇതിന് തീരുമാനം എടുക്കേണ്ടത് ബിഷപ്പാണ്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പറയാം എന്ന് തന്നെയാണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്നാണ് ഞങ്ങൾ അവിടുത്തെ കിട്ടിയത്. നിങ്ങൾ എത്രമാത്രം ഫാക്ച്വൽ എറർ കൊണ്ടുവരുന്നു അത്രമാത്രം ഞാൻ വെല്ലുവിളിക്കും. ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, പിന്നെ ബെന്നിയും റെനിന്നും പറയല്ലേ. രണ്ടാമത്തെ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു, റെന്യസിനുണ്ടായിരുന്നു. അതില് ബിഷപ്പാണ് തീരുമാനം എടുക്കണമെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളെ കണ്ടിട്ട് പോലും രണ്ടാമത്തെ ചർച്ചയിലില്ലേ? നിങ്ങൾ രണ്ടാമത്തെ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ചായിരുന്ന ഷോബി ഇത് ഇത്രയും മറക്കുന്നോ? ഞാൻ ഇവിടെ വലത്തെ ഷോബി ഒരു എക്സ്ട്രീം എൻഡിൽ നമ്മൾ ഒരുമിച്ചാണ് രണ്ടാമത്തെ ചർച്ചയിൽ ഇരുന്നേ. എന്താ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല.
അല്ല ഈ രണ്ടാമത് ഓക്കെ ശരി സോറി, രണ്ടാമത്തെ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു, ശരിയാണ്, ഒരുമിച്ചിരുന്നു. അതിന്റെ എൻഡ് സ്റ്റേജ് എന്താണെന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങളെ പറഞ്ഞു വിട്ടു, അതിന് ഞങ്ങളെ വിളിച്ചു. സംഭവം നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വന്നിട്ടില്ല ഷോബി. ഓക്കെ, അതല്ല ഇവിടെ വിഷയം. എനിക്ക് തോന്നുന്നു സാർ വന്നിട്ടില്ല, റെനിയച്ചൻ ഉൾപ്പെടെ ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചർച്ചയിൽ ബെന്നിസാർ ഇത് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എനിക്ക് തോന്നുന്നതേ നമ്മള് അതെ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടുപേർക്ക് ഒരു അവസരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, അവസരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ അതിന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാണ്ടിരുന്നത്. അതായത് ഷോബി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് എങ്ങനെ ഇത് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ സമരം എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അങ്ങനെ ഒരു പോയിന്റിലേക്കല്ലേ നമ്മൾ വരേണ്ടത്. അല്ലാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടോ അതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ഈ ചർച്ച എങ്ങനെ രമ്യമായി ചർച്ച ചെയ്ത് എങ്ങനെ ഈ സമരം പരിഹരിക്കാൻ കഴിയും, അതെങ്ങനെയാണ്? സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ തൊണ്ട ഒരു യാഥാർത്ഥ്യം റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാന വേതനം ഉയർത്തിയിട്ട് 2018 സ്റ്റേ ഉണ്ടെന്ന് സാറ് പറഞ്ഞത്, സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതിന് ആ സ്റ്റേയിന് ഡിവിഷൻ ബെഞ്ച് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ച് ആ സ്റ്റേ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഉണ്ട്. ഓർഡർ ഇട്ടിട്ടില്ലാതെ ഉള്ളൂ, പക്ഷെ ആ സ്റ്റേ മാറ്റിയിട്ടുണ്ട്. അത് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഡിവിഷൻ ബെഞ്ച് മാറ്റിയിട്ടുണ്ടോ? സിംഗിൾ ബെഞ്ച് ജഡ്ജി പറഞ്ഞത് കറക്റ്റ് അല്ല എന്ന്, സിംഗിൾ ബെഞ്ച് ജഡ്ജി ഇട്ട ഉത്തരവ് കറക്റ്റ് അല്ല എന്നും സർക്കാർ എതിർക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞോ? ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റേ ഉണ്ട് എന്നും സ്റ്റേയിലാണ് എന്നും നടപ്പാക്കാൻ പാടില്ല എന്നും നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുള്ളൂ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് പല രീതിക്ക് അതിന് വ്യാഖ്യാനിക്കാൻ കാലങ്ങളായിട്ട് പറഞ്ഞ കണക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഇതുവരെ എല്ലാത്തിനും സ്റ്റേക്ക് പോയിട്ടുണ്ട്, പല തരത്തിലുള്ള സ്റ്റേകൾ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ കൊഹൈസ് സ്റ്റെപ്പിന് മാത്രം സ്റ്റേ കിട്ടിയതുണ്ട്, അല്ലാതെ മൊത്തത്തിൽ സ്റ്റേ കിട്ടിയതുണ്ട്, ഇതെല്ലാ കാലത്തും ഉണ്ട്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളും പറയുന്നത്, മിനിമം വേജസ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സ്റ്റേയും ഈ പറഞ്ഞ കണക്ക് പലതരത്തിലുള്ള ഇന്ററപ്റ്റും വെച്ചിട്ട് നീണ്ടുപോകും. അത് ഇറങ്ങാൻ കാലതാമസം എടുക്കും. ഈ വൈകി ലഭിക്കുന്ന നീതി നിഷേധമാണ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ തന്നെ നമ്മളും പറയാം. ഞങ്ങളെ സംബന്ധിച്ച് 3 വർഷമായിട്ടോ അല്ലെങ്കിൽ 6 വർഷമായിട്ടോ അല്ലെങ്കിൽ 8 വർഷമായിട്ടോ പരിഷ്കരിക്കാത്ത ഒരു മിനിമം ബേസ് കിടക്കുമ്പോൾ കാലാനുസൃതമായിട്ടുള്ള ശമ്പള വർധനവുകൾ ഉണ്ടാവണം. അത് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ട് ഉണ്ടാക്കാനാണ് കാലങ്ങളിടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഈ 2023 നമ്മൾ ഇതിനു മുമ്പ് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ ഒരു ശമ്പള വർധന ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പൊ 2026 3 വർഷങ്ങൾ പിന്നിടാൻ പോവാ. അടുത്തൊരു ശമ്പള പരിഷ്കരണം വരണമെങ്കിൽ ഓർഡറായിട്ട് വരണമെങ്കിൽ പിന്നെ സമയം എടുക്കും. അല്ലെന്നേ, ഇത് അതെ 2023 എന്തായാലും ശമ്പളം കൂടി 3 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്ത് സർക്കാരിന്റെ അടുത്ത് തന്നെ ഓർഡർ വരില്ലേ? അപ്പൊ പിന്നെ ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു സമരം നടത്തില്ല. ഓർഡർ അല്ല, സർക്കാരിന്റെ അടുത്ത് വരാനുള്ള ഓർഡർ 2018 ശേഷം 8 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കണം നിങ്ങൾ. ഇതിനാരും നിയമപരമായി പോകാത്തതുകൊണ്ടോ സംഘടനാപരമായി പോകാത്തതുകൊണ്ടോ അല്ല ഇറങ്ങാത്തത്. അതെ, അപ്പോൾ ഇത് സർക്കാരല്ലേ അല്ല ഷോബി, ഇത് സർക്കാരല്ലേ ചെയ്യേണ്ടത്? അതെ, സർക്കാരല്ലേ ചെയ്യേണ്ടത്. അപ്പൊ സർക്കാരിനോടല്ലേ ചോദിക്കേണ്ടത്? ഇവിടെ എത്ര 100 കണക്കിന് രോഗികളെ ബുദ്ധിമുട്ടിലാവുകയാണ്, എന്ത് പാവപ്പെട്ട ആളുകൾ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ലോജിക്കലി ഒരു കാര്യം കൂടെ. ഈ പറഞ്ഞ സർക്കാർ ഉത്തരവ് വരാൻ കാലതാമസം എടുക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിലേക്ക് ഒരു ഇടക്കാല ആശ്വാസം നിലയിൽ ഒരു താൽക്കാലിക വർധനവ് നൽകുക എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു ശമ്പള വർധനവ് വരുമ്പോ ഇപ്പൊ കൊടുക്കുന്നതിനേക്കാളും മുകളിലോട്ട് വരും. ഇല്ല എന്ന് ബെന്നിസാർ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഇവരും എന്തെങ്കിലും മുൻകാല പ്രാബല്യം പോലും ഇതിലുണ്ടാവും. ആ മുൻകാല പ്രാബല്യത്തോടെ എങ്കിലും ഇവർ കൊടുക്കേണ്ടി വരും. അപ്പൊ അവര് കൊടുക്കുന്ന ആ സമയത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത റിലീഫ് പോലുമാണ് ഈ പറയുന്ന ഒരു അടക്കം. അതാണ് ഷോബിയുടെ പോയിന്റ്. ബെന്നിസാറെ, അങ്ങേക്ക് മറുപടി പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിലവില് സർക്കാർ തന്നെ പറയുന്നുണ്ട് നിലവിലുള്ള മിനിമം വേജസ് 2013 ഷോബി, 2018 അല്ല. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ ഇടക്കാല ആശ്വാസം പറഞ്ഞ കാര്യമാണ് 2000 മുതൽ 8000 രൂപ വരെ 2023 നമ്മൾ ഇടക്കാല ആശ്വാസം തന്നത്. ഇനി ഒരു ഇവിടത്തെ ഒരു മറ്റുള്ള ഇൻഡസ്ട്രികൾ നോക്കുകയാണെങ്കിൽ 32,718 രൂപ അത്ര കുറഞ്ഞ ശമ്പളമല്ല. അതാണോ ഏറ്റവും നല്ല ശമ്പളം? അല്ല. പക്ഷെ ജൂബിലിയെ സംബന്ധിച്ച് 32,718 മുതൽ 65,000 വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഒരു പോയിന്റും കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ ഇതില് നേരത്തെ ആദ്യം ഷോബി പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ഇവിടെ എനിക്ക് 392 498 ആശുപത്രികള് കരാർ എഴുതി ഒപ്പിട്ടു എന്നുള്ളത്. തൃശ്ശൂരത്തെ കുറെ ആശുപത്രികൾ കരാർ എഴുതി ഒപ്പിട്ടു എന്ന് പറഞ്ഞു. ഞങ്ങള് ഈ സമരത്തിന് ഇറങ്ങി കുറെ നാള് കാത്തുനിന്ന് ജൂബിലി പഴയ സ്ഥിതിയിൽ വളരെ നന്നായിട്ട് പഴയ സ്ഥിതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കുറെ ആളുകൾ റിക്രൂട്ട് ചെയ്തിരുന്നു.
അതിൽ കുറേയേറെ റിക്രൂട്ട് ചെയ്തവര് ഈ UNA-യുമായി കരാർ എഴുതിയ ആശുപത്രികളാണ്. ആ ആശുപത്രികളുടെ ശമ്പള സ്കെയിൽ എന്റെ കയ്യിലുണ്ട്. അവര് വരുന്നതിന്റെ കാരണം അവര് കരാർ എഴുതി ഒപ്പിട്ടു എന്ന് പറയുന്ന ആശുപത്രികളെക്കാളും കൂടുതൽ ജൂബിലിയിൽ ഇപ്പൊ കൊടുക്കുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ജൂബിലിയില് ഇനി ഇടക്കാല ആശ്വാസം വേണം. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ജൂബിലിയില് വീണ്ടും ഇടക്കാല ആശ്വാസം വേണമെന്ന് പറയുന്നത് അത് ന്യായീകരിക്കാൻ പറ്റിയ കാര്യമല്ല. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്, സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് ഗവൺമെന്റിനോട് പ്രഷറൈസ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് ശമ്പള വേതനം ഇറക്കാൻ നോക്കുക. അതിന്റെ ഒരു വലിയ ഇഫക്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മള് ഹോസ്പിറ്റൽ മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളും ഒരുമിച്ച് പോയി സമ്മർദ്ദം ചെലുത്തി. ഇപ്പൊ അവർ 2 മാസത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞു. ആ 2 മാസത്തിലേക്ക് ഇനി ഏതാണ്ട് 1.5 മാസമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണ് നമ്മൾ പോയത്. ഇനിയും നമുക്ക് സമ്മർദ്ദം ചെലുത്തുന്നത്. ഞാനും വരാം നിങ്ങളുടെ കൂടെ. തൊഴിൽ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെ കാണാം. എന്നിട്ട് ഇത് ഫാസ്റ്റ് ആക്കാൻ നോക്കുക. അല്ലാതെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആളുകൾക്ക് വീണ്ടും ഇടക്കാല ആശ്വാസം വേണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ റോജി, ഇവിടെ ഭൂരിഭാഗം നഴ്സുമാരും എന്തുകൊണ്ട് ഇപ്പൊ ജൂബിലിയിൽ സമരത്തിന് പോകാതെ ജോലി ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. അത് ജൂബിലിയുമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ജൂബിലിയുമായിട്ട് അണ്ടർ കറന്റോ അവിഹിതമായ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടല്ല. ബിക്കോസ് ദേ നോ 2 things. 1, ജൂബിലിയില് നല്ല ശമ്പളം കൊടുക്കുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരിയായി, അത് സെക്കൻഡാണ്, അതിനേക്കാൾ ഉപരിയായി ജൂബിലിയിൽ വരുന്ന രോഗികളെ സഫർ ചെയ്യിക്കരുത്, ഇവിടെ രോഗി ശുശ്രൂഷ സുഗമമായി നടത്തണം എന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയാറ്, അവരെയാണ് ആദ്യം നന്ദി പറയേണ്ടത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഈ ഗോൾ പോസ്റ്റ് മാറ്റി സർക്കാരിനോട് ചോദിക്കുന്നതിന് പകരം ജൂബിലിയിലും അമലയിലും പോയി ചോദിക്കുക എന്ന് പറയുന്നത് അത് ഈ നമുക്ക് ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമല്ല ശോഭി. അത് അല്ല, സ്വാഭാവികമായിട്ടും ഒരു ഫെയർ വേജസ് സംസാരിക്കുക മാനേജ്മെന്റും യൂണിയനും തമ്മിലാണ്. അത് സാറിന് അറിയാലോ. അപ്പൊ മിനിമം വേജസ് മാറി ഇപ്പൊ ഫെയർ വേജസ് ആയോ? മിനിമം വേജസ് മാറിയതല്ല, ഫെയർ വേജസ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ. മിനിമം വേജസ് 40,000 രൂപ ആക്കണമെന്ന് അത് നിങ്ങൾ തുടക്കം തൊട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവങ്ങളാണിത്. ഈ പറഞ്ഞ അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജൂബിലി സമരം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അടിസ്ഥാനപരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നിങ്ങൾ പ്രചരിപ്പിക്കുക ചെയ്യാം. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നേതാക്കൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പോൾ റോജിക്ക് അയച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ തുടക്കത്തിൽ അടിസ്ഥാന ശമ്പളം 40,000 ആക്കണം എന്ന് പറഞ്ഞ് ശമ്പളം ചെയ്ത വീഡിയോകള് AI വീഡിയോ നിങ്ങൾ സ്ഥാപിക്കണം. അല്ല, അത് ഗവൺമെന്റിലോട്ട് നടക്കുന്നത്. അല്ല ശോഭി, സമരത്തിന്റെ തുടക്കത്തിൽ ഈ 40,000 രൂപ എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടുള്ള വാസ്തവമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതൊരിക്കലും നമുക്ക് തുടങ്ങുന്നത് എന്തിനാ? ഈ സമരം തുടങ്ങുന്നത് നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിനുള്ള പ്രശ്നമായിട്ടാണ് സമരം തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് കരട് വിജ്ഞാപനം വരികയും കരട് വിജ്ഞാപനം ഇറങ്ങിയിട്ട് സർക്കാർ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, ഇലക്ഷൻ വരികയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലം. അപ്പൊ ഈ ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഈ താമസം എടുക്കും. ആ ഒരു താമസത്തിലേക്ക് എന്തായാലും ശമ്പളം വർദ്ധിക്കേണ്ട ശമ്പളം വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഇടക്കാലത്തേക്ക് നിങ്ങൾ ഒരു കുറച്ചുകൂടി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുക, ഇതാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ പുറത്താണ് ചർച്ചകൾ നടന്നത്. സാർ ഉൾപ്പെടെ പങ്കെടുക്കുക. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് അല്ല, അറിഞ്ഞിരുന്നു പക്ഷെ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ആ ചർച്ചകളിൽ പോലും അടിസ്ഥാന വേതനം 40,000 രൂപ ആക്കിക്കൊണ്ടല്ല എഗ്രിമെന്റ് ഉണ്ടായിട്ടുള്ളത്. അന്നുണ്ടായ എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ സാറ് അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. ഒരു മിനിറ്റ്, ഈ മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾ സമരത്തിന് മുമ്പ് ഒരു എഗ്രിമെന്റ് നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ എത്തുമെന്ന് അവർ അറിയിച്ചിരുന്നു. നിങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, അന്നിട്ടുണ്ടാകുന്ന എഗ്രിമെന്റിനെ പറ്റി അവിടെ എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് അത് മീഡിയക്ക് കൊടുത്തിരുന്നു. മീഡിയ അന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പറഞ്ഞ 8,000 രൂപ മാർച്ച് 8-ാം തീയതിക്കത്തെ 8,000 രൂപയുടെ വർധനവാണ്. എല്ലാം 8,000 തൊട്ട് 12,000 രൂപ വർധനവാണ് മാനേജ്മെന്റ് തന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അടിസ്ഥാന വേതനം ഇവിടെ എല്ലാം 40,000 രൂപ ആക്കിക്കൊണ്ട് സമരം. ശരി ശോഭി, 8,000 രൂപ വർധനവ് വന്നിട്ട് അവിടെ എത്രയാ ശമ്പളം വന്നത്? അതൊന്ന് പറയാൻ നിങ്ങൾക്ക് 8,000 രൂപ വന്നപ്പോ ഇപ്പം ജൂബിലിക്ക് തുല്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അത് തന്നെ ഷോപ്പി, ഞാനത് ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഷോപ്പി ഒരു സെക്കൻഡ്. ഷോപ്പി ഒരു സെക്കൻഡ്. അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് ജൂബിലി ആശുപത്രി ഇപ്പോൾ മികച്ച സാലറി കൊടുക്കുന്നുണ്ട്. അതായത് 32,000 to 65 എന്നുള്ളതാണ് സാർ. 35 to 33 to 65 എന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അത് നമ്മുടെ കേരളത്തിൽ മറ്റുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സാലറി ആണെന്നേ. അത് മികച്ച സാലറി എന്നല്ല ഞാൻ പറയുന്നത്, അല്ല, ഒരു നല്ലൊരു സാലറി തന്നെയാണ്. ഇതിനേക്കാൾ മികച്ച സാലറി കൊടുക്കുന്ന മറ്റ് ആശുപത്രികൾ ഉണ്ടോ നമ്മുടെ ഇവിടെ?
തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അത് റോജി, അതേതാണ് അതിന്റെ മിസ്റ്റർ റോജി, കോപ്പി ഞാൻ അയച്ചു തരാം. ഓക്കെ. ഈ പറഞ്ഞ ഏകദേശം ഈ മിസ്റ്റർ റോജി. പറഞ്ഞ ഒറ്റ സെക്കൻഡ് സാർ. ഇപ്പോഴും ഈ അഗ്രിമെന്റ് നമ്മൾ തൃശ്ശൂർ ഉണ്ടാക്കിയിരിക്കുന്നത് പോലും 32,000 മുതൽ ആണ് ശമ്പള സ്കെയിൽ തുടങ്ങിയിരിക്കുന്നതും. ഈ പറഞ്ഞ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഇപ്പൊ ജൂബിലിയിൽ എക്സ്പീരിയൻസ് 15 വർഷം 16 വർഷം ഉള്ള ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇന്ന് സാറിന് തൊട്ടടുത്തുള്ള സണ്ണിൽ പോയി നോക്കിയാൽ കിട്ടും, ദയെ പോയി നോക്കിയാൽ കിട്ടും, ബാക്കിയുള്ളടത്തെല്ലാം പോയി കഴിഞ്ഞാൽ ആ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലും അതിന് ഒപ്പമായിട്ടുള്ള ശമ്പളം എല്ലായിടത്തും ഉണ്ട് അവിടെ. അപ്പൊ അത് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞോ ഷോബി? എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞോ അതോ വാക്കാലാണോ അത് എഗ്രിമെന്റ് വെച്ച്? അവർക്ക് ശമ്പളവും കിട്ടി. ഈ സമയം എത്ര 3-4 മാസമായിട്ട് ശമ്പളം മേടിച്ചോണ്ടിരിക്കുക. അതിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അതായത് എഗ്രിമെന്റ് വെച്ച് അവർ സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം. സാലറി മേടിച്ചു. ഇപ്പൊ സാറ് ഇവിടെ പറയുന്നു അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ ആരാണ്ടെങ്കിലും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും അവരുടെ ശമ്പള സ്കെയിൽ ഒന്ന് മേടിച്ചിട്ട് ഒന്ന് നോക്കാം. ഒരു ഫ്രഷറായ ആൾക്ക് എത്ര രൂപ കിട്ടുന്നത്? മേടിച്ച് നോക്കാം. ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഒരു ഫ്രഷർ. ഞാൻ ആ ചാലഞ്ച് ഏറ്റെടുക്കാണ്. ഞാൻ ഷോബി, നമുക്കൊരു സൗഹൃദപരമായിട്ട് ഞാൻ ഈ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ഈ പറയുന്ന ചാലഞ്ച് ഏറ്റെടുക്കാം. തൃശ്ശൂർ നിങ്ങൾ പറഞ്ഞു മാർച്ച് 8-ാം തീയതി നടന്ന ചർച്ചയുടെ പുറത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ശമ്പളം പറഞ്ഞ 7,000-8,000 മുതൽ കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു. ഈ തൃശ്ശൂരത്തെ ആശുപത്രികളില് കഴിഞ്ഞ മാസത്തെ എന്റെ കയ്യിലുള്ള സാലറി സ്ലിപ്പ് മെയ് മാസത്തെയാണ്, ജൂൺ മാസത്തിൽ എന്റെ കയ്യിലില്ല. മെയ് മാസത്തെ ഒരു 3 ആശുപത്രികളുടെ സാലറി സ്ലിപ്പ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന 32,000-നേക്കാളും താഴെയാണെങ്കിൽ നാളെ മുതൽ ഷോബി സമരം നിർത്തും. 32,000 എന്ന് പറയുമ്പോ അതായത് 30,000 മുതൽ 32,000 ആ ഒരു റേഞ്ചിലായിരിക്കും. അല്ല അതിന് താഴോട്ടല്ല. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് 150-200 ബെഡുള്ളവരാണ്. 32,000 കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഷോബി നേരത്തെ പറഞ്ഞത് 32,718 കൂടുതലാണ് ഇവിടെ നമ്മൾ എഗ്രിമെന്റ് ആയ ആശുപത്രികൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ മെയ് മാസത്തെ സാലറി സ്ലിപ്പ് ഒരു 3 ആശുപത്രികളുടെ ഞാൻ കാണിച്ച് അത് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന മിനിമം വേസിന് താഴെയാണെങ്കിൽ നാളെ നിങ്ങളുടെ സമരം നിരുപാധികം പിൻവലിച്ചു എന്ന് പറയാൻ ഷോപ്പിക്ക് പറ്റും. ഞാൻ കാണിച്ചു തരാം. അതെ, മിനിമം വേസ് എന്ന് പറയുന്നത് മിനിമം വേസ് ആയിരിക്കില്ല. മിനിമം വേസ് അല്ല ഞാൻ പറഞ്ഞത്. മിനിമം വേസ് ഫെയർ വേസ് ഗ്രോസ് സാലറി. ഈ ഗ്രോസ് സാലറി 30,000-32,000 വെച്ച് തന്നെയാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാം എഗ്രിമെന്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ജൂബിലിയില് ഇപ്പോൾ മിനിമം കൊടുക്കുന്ന ഏറ്റവും ജൂനിയർ ആയിട്ട് ആൾക്ക് കൊടുക്കുന്ന സ്റ്റാഫ് നേഴ്സ് കൊടുക്കുന്ന 32,718. ഷോബി ഒരു 2 മിനിറ്റ് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ എഗ്രിമെന്റ് ആയ എല്ലാ ആശുപത്രികളിലും സംസാരിക്കട്ടെ ഷോബി. എനിക്ക് തോന്നുന്നത് മിസ്റ്റർ റോജിക്ക് കൂടുതൽ സ്നേഹം ഷോബിയോടാണ്. അങ്ങനെയില്ല ഷോബി ഒന്ന് സാർ സംസാരിച്ചോട്ടെ. ഓക്കെ, 2 മിനിറ്റ് മുമ്പ് ഷോബി പറഞ്ഞ കാര്യം, ഇവിടെ എത്രയോ ആശുപത്രികളില് മിനിമം വേജസ് ധാരണയായി ഇപ്പം ആശുപത്രികളിൽ ജൂബിലിയിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് മെയ് മാസത്തെ ഞാൻ 3 ആശുപത്രികളെ നിങ്ങൾ ധാരണയായ ആശുപത്രികളുടെ ശമ്പള സ്കെയിൽ കാണിച്ചു തരാം. അത് 32,718 താഴെയാണെന്ന് ഞാൻ തെളിയിച്ചാൽ നാളെ മുതൽ ഞങ്ങൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ സമരം നിർത്തുമോ? ഇല്ല, ഞാൻ അതിന്റെ അകത്ത് ഒരു ക്ലാരിറ്റി കൂടി തന്നിട്ട് വേറെ ഒന്നുമില്ല പറഞ്ഞത്. അതിന്റെ അകത്ത് സാർ ഈ 32,000 32,000 മുതലാണ് അവിടെ എല്ലാവർക്കും ബേസിക് തുടങ്ങിയിട്ടുള്ളത്. അതിൽ സംശയമില്ല. ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് അല്ല അത് സാറ് പറ്റും. അതിന് താഴോട്ടുണ്ടെങ്കിൽ ഓക്കെ സമരം നിർത്താം. പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ വേറെ 30,000 താഴെയാണ് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. 32,718 താഴെ നിങ്ങൾ എഗ്രിമെന്റ് എഴുതിയെടുത്ത് സമരം നിർത്തും. അങ്ങനെയല്ല, അത് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തോളൂ നാളെ മുതൽ സമരം നിർത്തും. ഞാനിപ്പോ നിങ്ങൾക്ക് ഷോബി പറഞ്ഞു കേട്ടെ. ചലഞ്ച് എങ്ങനെയാണ് ഷോബി ഏറ്റെടുക്കുന്നത് നമുക്ക് നോക്കാം. ഈ 30,000 മുകളിലോട്ട് ആണ് അവിടെ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതെന്ന് പറയുന്നത് 150 ബെഡ് തൊട്ട് 200 ബെഡ് തൊട്ട് 250 ബെഡുള്ള ആശുപത്രികളാണ്. ആയിക്കോട്ടെ. അല്ല ഷോബി, അപ്പൊ വേറെ കാര്യമുണ്ട്. ഈ 150 ബെഡാണെങ്കിലും ഒറ്റ കാര്യം, ഈ 150 ബെഡാണെങ്കിലും 200 ബെഡാണെങ്കിലും ഇപ്പൊ 250 ബെഡാണെങ്കിൽ ഇനി 800 ബെഡാണെങ്കിലും നേഴ്സുമാരുടെ ജീവിത നിലവാരവും നേഴ്സുമാരെല്ലാവരുടെ ജീവിത സിറ്റുവേഷൻസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയല്ലേന്നേ? അവരെല്ലാം ജീവിക്കേണ്ടത് ഒരേപോലെ തന്നെയല്ലേ? അങ്ങനെയല്ല, അതിന്റെ അകത്ത് വ്യത്യാസമുണ്ട്. ബെഡ് അനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ശമ്പളം? ഞാൻ പറഞ്ഞത് നേഴ്സുമാരുടെ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. നേഴ്സുമാരുടെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇവര് പറയുന്നത് തന്നെ നിയമപരമായിട്ട് ഇവര് കൊടുക്കുന്നതിനേക്കാളും 40% കുറവ് കൊടുത്താൽ മതി അവര് നിയമപരമായിട്ട്. ഇനി അതിനെക്കുറിച്ച് ഷോബി പറഞ്ഞു കഴിയുമ്പോൾ ബെഡിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി പറയാനുണ്ട്. ഷോബി പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഈ എഗ്രിമെന്റുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഒക്കെ സാറ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന തുടക്കം 32,700 എന്ന് പറയുന്നു.
ഏകദേശം 32,000 31,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ പറഞ്ഞ 150 മുതൽ 200 ബെഡിന്റെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, എഗ്രിമെന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 40% അവരെക്കാൾ കൂടുതൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നിയമപരമായിട്ട് ഇപ്പോഴും നിങ്ങൾ. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥിതി വെച്ചിട്ട് ഈ 300 ബെഡിൽ താഴെയുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ 40% ഈ ബേസിക്കിന്റെ 40% കൂടെ അധിക അലവൻസ് ആയിട്ട് കൊടുക്കാൻ ഈ 800 ബെഡുള്ള ഹോസ്പിറ്റലുകൾക്ക് ബാധ്യതയുണ്ട്. അത് നിയമമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയാം. അല്ലാതെ അതിനെ വെച്ചുകൊണ്ട് ഈ ചെറുകിട സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അടുത്തൊരു കാര്യം, സാറ് പറഞ്ഞ കണക്ക് തന്നെ അന്ന് പോലും ഈ മിനിമം ബേസിക് കമ്മിറ്റി ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ചെറിയ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ മിഷൻ ചെറിയ ആശുപത്രികളുണ്ട്, ആ ചെറിയ ആശുപത്രികൾക്ക് ഇത് കൊടുക്കാൻ താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ബെഡുകളുടെയും കിടക്കുകളുടെയും ബാക്കിയുള്ള രീതിയിലൂടെ കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ ചെറിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ നഴ്സുമാരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ തിരക്കുകൾ അത്രയേ ഉള്ളൂ, ആ സ്ഥാപനത്തിൽ നടക്കുന്ന അവരുടെ എഫേർട്ടുകൾ അത്രയേ ഉള്ളൂ, ജോലി ഭാരം അത്രയേ ഉള്ളൂ. അതിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പൊ അതിനെ എല്ലാം കൂടെ ഒരു നുഖത്തിൽ ഒരുമിച്ച് കെട്ടാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. ഓക്കെ ഷോബി, ആദ്യമേ തന്നെ നിങ്ങളും ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ നേതാക്കളോട് അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ് ഷോബിന്റെ വീഡിയോ. ഓക്കെ, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ് തിരുവനന്തപുരത്ത് വെച്ച് നിങ്ങളും ഈ ബെഡ് അടിസ്ഥാനത്തിലുള്ളത് നിങ്ങളും എതിർക്കുന്നു എന്ന് പറഞ്ഞത്. മിസ്റ്റർ റോജി, ഈ ഇതിലത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചെറിയ ഒരു 100 കുട്ടികളുള്ള സ്കൂളിലത്തെ ടീച്ചർക്കും 1000 കുട്ടികളുള്ള സ്കൂളിലത്തെ ടീച്ചർക്കും സേവന വേതന വ്യവസ്ഥകൾ സാധാരണഗതിയിൽ ഒന്നാണ്. 100 കുട്ടികളുള്ള സ്കൂളിൽ 10 ടീച്ചറാണെങ്കിൽ 1000 കുട്ടികളുടെ സ്കൂളില് ആനുപാതികമായി ടീച്ചറുടെ എണ്ണം കൂടും. അപ്പം അവർ ചെയ്യുന്ന ജോലി, അവർ ചെയ്യുന്ന നേച്ചർ ഓഫ് വർക്ക് എല്ലാത്തിനും സെയിം ആണ്. അതനുസരിച്ച് ആനുപാതികമായി കൂടും. 100 ബെഡുള്ള ആശുപത്രിയിലും 800 ബെഡുള്ള ആശുപത്രിയിലും ഞങ്ങളെപ്പോലെ വലിയ ആശുപത്രികളും ആനുപാതികമായി നഴ്സിന്റെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ ഈ 100 ബെഡുള്ള ആശുപത്രിയിൽ ഒരു 100 നഴ്സുമാരുണ്ടെങ്കിൽ ഞങ്ങളുടെ 1100 മീതെ നഴ്സുമാരുണ്ട്. പക്ഷെ അത് നിങ്ങളും അംഗീകരിക്കുന്നതാണ്. ഇത് ബെഡിന്റെ അടിസ്ഥാനത്തിൽ സേവന വേതന വ്യവസ്ഥ നിശ്ചയിക്കുന്നത് അശാസ്ത്രീയമാണ്. അത് ഒന്നുകിൽ വരേണ്ടത് റൂറൽ, സെമി അർബൻ, അർബൻ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കോമ്പിറ്റൻസി വെച്ചിട്ടാണ് അത് വരേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബെഡിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു വേതന വ്യവസ്ഥ വന്നാൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർക്കും. അത് അംഗീകരിക്കാൻ പറ്റില്ല, അത് അശാസ്ത്രീയമാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അടുത്തൊരു ചോദ്യം ഷോബി ചോദിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞു, ഷോബി സംസാരിച്ചപ്പോ ഷോബി അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 40% നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? ബാധ്യസ്ഥതകൾ നോക്കുകയാണെങ്കിൽ ഷോബി 2013 നിയമപരമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക, അത് കഴിഞ്ഞാൽ നിർത്താം. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സമരം തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യമെങ്കിലും DMOന്റെയും DLOന്റെയും ഒക്കെ ഇൻസ്പെക്ഷൻസ് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇവിടെ നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾക്ക് എതിരാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? നിയമപരമായ വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. അത് ഇനി വേറൊരു കാര്യം കൂടെ, ഒരു അലിഗേഷൻ കേട്ടിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ജൂബിലി ഇപ്പൊ വളരെ സുഗമമായി വളരെ നന്നായിട്ട് നമ്മൾ പുതിയ ആളുകളെയൊക്കെ എടുത്തത് കൊണ്ട് ജൂബിലിയിലെ നഴ്സുമാരുടെ ഷോർട്ടേജ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇനി അപ്പൊ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങള് രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പോലും ഇവിടെ ഞങ്ങൾക്ക് ഇൻസ്പെക്ഷൻ വന്നിരുന്നു. അപ്പോഴും അവര് ഒരാൾ പോലും ഇവിടെ ഞങ്ങൾ നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾക്ക് എതിരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾക്ക് നിന്നിട്ട് അതിലപ്പുറം ഞങ്ങള് ചെയ്തിട്ട് ഇവിടെ മാത്രം ഇത് സമരം കേന്ദ്രീകരിക്കുന്നു. ഞങ്ങളെക്കാളും വളരെ താഴ്ന്ന് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ സമരം നിർത്തി ഇവിടെ മാത്രം സമരം വരുന്നു. ഇതിന്റെ ഇടയിൽ ഇതിനെ വർഗീയവൽക്കരിക്കപ്പെടുന്നു, ഇതിൽ ബാഹ്യ ശക്തികൾ ഇടപെടുന്നു. അത് ഷോബിൻ സംസാരിച്ചു. ശരിയാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. ഇത്രയും സമരം പോയി ബാഹ്യ ആളുകൾ വരുന്നു, ഇതിനകത്ത് വേറെ കളറ് കൊടുക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്. ഇനി എന്തുകൊണ്ടാണ്, ഞാൻ അവസാനത്തെ ഒരു പോയിന്റ് പറഞ്ഞെടുക്കാം. എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ ഷോബി അല്ലെങ്കിൽ മിസ്റ്റർ റോജി സംസാരിച്ചോളൂ. എന്തുകൊണ്ടാണ് ജൂബിലിയെ പോലത്തെയുള്ള, അമലയെ പോലത്തെയുള്ള, അല്ലെങ്കിൽ ഇന്ന് UNA പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലുള്ള മിഷണറി ആശുപത്രികൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം? 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് കേരള ഹെൽത്ത് കെയർ, കേരള ആരോഗ്യ മേഖലയുടെ പ്രത്യേകത. ഒന്ന്, എത്തിക്കൽ വാല്യൂ ബേസ്ഡ് ഹെൽത്ത് കെയർ, അഫോർഡബിൾ ഹെൽത്ത് കെയർ ആൻഡ് ആക്സസബിൾ ഹെൽത്ത് കെയർ.
2021 2025 വരെയുള്ള ഒരു പഠന റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു 2026 ഫെബ്രുവരി 13 തോന്നുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 മുതൽ 25 വരെ 444 ആശുപത്രികൾ അടച്ചുപോയിട്ടുണ്ട്. പുതിയ ആശുപത്രികൾ അടച്ചു പൂട്ടുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ 3 കാര്യങ്ങളാണ്. എത്തിക്കൽ, വാല്യൂ ബേസ്ഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ അവിടെ നടക്കൂ, അഫോർഡബിൾ ഹെൽത്ത് കെയർ നടക്കൂ, 2 ആക്സസിബിൾ ഹെൽത്ത് കെയർ നടക്കും. ഈ 3 ഫണ്ടമെന്റൽ ഓഫ് കേരള ഹെൽത്ത് കെയർ മോഡലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യൂണിയനുകളും മാനേജ്മെന്റുകളും ആരും സമൂഹവും ശ്രമിക്കരുത്. ഇതാണ് എനിക്ക് പറയാൻ. ഓക്കെ സാർ, ഞാൻ ചോദിക്കാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ സമരം 3 മാസം 4 മാസമായിട്ട് നീണ്ടുകൊണ്ട് പോവുകയാണ്. ഇത് തീർക്കാൻ എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി? എന്ത് നടപടിയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം? എന്താണ്? നിങ്ങൾ സമരം നിർത്തൂ, ഗവൺമെന്റിന്റെ അടുത്തു നിന്നുള്ള പോളിസി വരട്ടെ എന്ന രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതെ. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച 2 മന്ത്രിമാരെയും കണ്ട് സംസാരിച്ചത് ഷോബി പറഞ്ഞത് ശരിയാണ്. ആദ്യം ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് ഞങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. പക്ഷെ ഞങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോഴും യൂണിയൻ നേതാക്കൾ ഉള്ളപ്പോഴും സംസാരിച്ച ഇതാണ്, ഏറ്റവും പെട്ടെന്ന് ഗവൺമെന്റ് നിയമം പബ്ലിഷ് ചെയ്യേണ്ട ഗവൺമെന്റ് ഏറ്റവും പെട്ടെന്ന് നിയമം കൊണ്ടുവരട്ടെ. നമ്മൾ ഒരുമിച്ച് യൂണിയനും മാനേജ്മെന്റും ഒരുമിച്ച് പ്രയത്നിച്ചത് കൊണ്ടാണ് 5-6 മാസം എടുക്കാൻ പോകുന്ന സാധനം 2 മാസം കൊണ്ട് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞത്. ഇനിയും നമുക്ക് ഒരുമിച്ച് ശ്രമം തുടങ്ങാം, എന്നിട്ട് അത് വേഗം പബ്ലിഷ് ചെയ്യാം. തീർച്ചയായും സാർ. ഷോബി, അത് തന്നെയല്ല ഒരു കാര്യം. അതായത് 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു നിയമം വരുന്നു. അതുവരെ മഴയൊക്കെ നല്ലൊരു മഴയൊക്കെ വരാൻ പോകുന്നേ. ഈ നഴ്സുമാരല്ല ഇങ്ങനെ സമരം ചെയ്യാന്നൊക്കെ പറയുന്നത്, അത് എത്രത്തോളം പ്രായോഗികമാണ്? അല്ല, അതല്ലേ നല്ലത്? അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ശമ്പള പരിഷ്കരണം വരുന്നു, അതിനുശേഷം അതിൽ വീണ്ടും സമരം ചെയ്യാമല്ലോ നമുക്ക്. ഈ സമരം നിർത്തുകയല്ലേ ഏറ്റവും നല്ലത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ തന്നെ ബെന്നി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അടുത്ത മിനിമം വേസ് വന്നാൽ അവരതിന് സ്റ്റേ മേടിക്കും എന്നുള്ള കാര്യം ബെന്നി ഉറപ്പിച്ച് പറഞ്ഞു. ഇപ്പൊ കേട്ടിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സ്റ്റേ വാങ്ങും എന്നുള്ളത് പറഞ്ഞില്ല. ഇവിടുന്ന് സംപ്രേഷണം ഇടുക്കിയിലേക്ക് പോകുമ്പോഴും വാക്കുകൾ മാറി പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല സാറ് പറഞ്ഞത് അങ്ങനെയല്ല, ഞാനതിന്റെ ക്ലാരിറ്റി പറയണത്. അതായത് ഇപ്പോ ഇത്രയും ആയിരിക്കുന്ന ഒരു കരട് ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലുള്ള ശമ്പളത്തിന്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ ഒരു 2 മാസം സമയം വേണമെന്ന് പറഞ്ഞിരിക്കുന്നതാണല്ലോ. അത് ഏതിന്റെ ബേസിലാണ് ഉണ്ടാവുക? ഈ ബെഡ് കാറ്റഗറിയുടെ ബേസിൽ തന്നെയാണ് ഉണ്ടാവാൻ പോണത്. അപ്പൊ അതൊരിക്കലും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനിമം വേസിൽ അംഗീകരിക്കില്ല എന്ന് തന്നെയല്ലേ എന്റെ അർത്ഥം? പറഞ്ഞു കഴിഞ്ഞാൽ സമയം തരണം പറയാൻ. നമുക്ക് സമയം നമുക്ക് ഒരുപാട്. ശരി, അപ്പൊ മിസ്റ്റർ റോജി, ഞാൻ ചോദിക്കട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ മിനിമം വേജസ് കരട് ഇറക്കി 2 മാസത്തെ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഷോബി? അത് മിനിമം വേജസിന് കരട് രേഖയെ കുറിച്ച് കുറെയേറെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും കുറെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, കരട് രേഖയിൽ ഇറങ്ങിയ സംഭവം ഇറക്കിയാൽ നിങ്ങൾ പ്രതികരിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എതിർക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 2 മാസ സമയം ഈ ആശങ്കകൾ കേട്ട് ആശങ്കകൾ പരിഹരിക്കാനുള്ള സമയമാണ്. ഇനി 800 ബെഡിന്റെ കാറ്റഗറൈസേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, അത് വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിക്കവാറും യൂണിയനുകളും മിക്കവാറും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻസും ഈ 800 ബെഡിനെ എതിർത്തിട്ടുണ്ട്. അപ്പം ഈ 2 മാസ സമയം ഈ എനിക്ക് 1000-ഓളം കമന്റുകള് സജഷൻസ് വന്നത് കേൾക്കാതെ പബ്ലിഷ് ചെയ്യണതല്ല. അതവര് പബ്ലിഷ് ചെയ്യട്ടെ. അത് പബ്ലിഷ് ചെയ്യുമ്പോ അത് അതേപോലെ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളും ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ സജഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഷോബി, നമുക്ക് ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോവാം. എന്നിട്ട് നമുക്ക് ഞാൻ ഇത്ര ചോദിക്കുന്നു. സാർ ഇപ്പൊ പറഞ്ഞ മഴയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ശമ്പളം കൂട്ടി കൊടുക്കണം. ഇപ്പൊ കൂട്ടി കൊടുക്കുന്ന ശമ്പളം എന്തായാലും എന്തായാലും ശമ്പളം കൂട്ടി കൊടുക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ സമരം നിർത്താൻ പറ്റില്ലേ ഷോബി? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും കൂട്ടി കിട്ടും, എന്ന് ഉറപ്പാണ്. പിന്നെ എന്തോരം ആളുകളാണ്, എന്തോരം യുവാക്കളാണ്, യുവതികളാണ് ടെന്റ് കെട്ടി സമരം ചെയ്യുന്നത്. അതാ പറഞ്ഞു, ഞാൻ ഇത്ര ചോദിക്കില്ല. എന്തായാലും കൂട്ടി കൊടുക്കണം. ആ കൂട്ടിക്ക് എത്ര കൊടുത്താലും അത് അടുത്ത മിനിമം വേസ് ഇറങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ കൊടുത്തതുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പറ്റും. നിങ്ങൾക്ക് കൊടുക്കുന്നത് കുറയ്ക്കേ. നമ്മൾ കേരളത്തിലാട്ടോ ജീവിക്കുന്നത്. അങ്ങനെയല്ല, കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളം കുറയ്ക്കേ. അതായത് നിങ്ങൾക്ക് മുൻകാല പ്രാബല്യം വരുമ്പോ ഈ മുൻകാല പ്രാബല്യത്തിൽ വരുന്ന ആരാ പറഞ്ഞത്? അല്ല, നോക്ക് അതായത് പ്രാബല്യം വരാതെ ഒരിക്കലും ഒരു മിനിമം വേസ് ഇറക്കാൻ പറ്റുമോ? കാരണം തോന്നുന്നുണ്ടോ? മാത്രം മുൻകാല പ്രാബല്യം വരുമ്പോ അത് കൃത്യം മനസ്സിലാക്കണം നിയമം. മുൻകാല പ്രാബല്യം വരുമ്പോൾ അത് കൊടുക്കേണ്ടി വരിക അന്ന് നമ്മൾ മിനിമം വേജസ് പബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ കുറവാണ് കൊടുത്തിരുന്നതെങ്കിൽ എന്നല്ലേ.
ആ കുറവ് അല്ലാതിരിക്കാനാണ് ഞങ്ങൾ 2023 2000 മുതൽ 8000 വരെ ഇടക്കാല ആശ്വാസം തന്നത്. അതെ, അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത് വരുന്ന മിനിമം ബേസിന്റെ ബേസിക് ഈ പറഞ്ഞ സാർ 32,000 ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 32,000 മാക്സ് ഗ്രോസ് വരുള്ളൂ എന്ന് സാർ പറയണേ ആണോ? അല്ലെ, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കേരളത്തില് നിയമപരമായിട്ട് ഇറങ്ങുന്ന മിനിമം വേജസ്, ആദ്യം നിയമപരമായി ഇറങ്ങുന്ന മിനിമം വേജസ്, സുതാര്യമായ രീതിയിൽ നിയമപരമായി ഇറങ്ങുന്ന മിനിമം ആദ്യം ഞങ്ങൾ കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്. സാറിപ്പോ പറഞ്ഞതിനകത്ത് പിന്നെയും കൊണ്ടാണ് സുതാര്യമായി അക്സെപ്റ്റബിൾ ആയിട്ട് ഇറങ്ങാന്ന് പറഞ്ഞത് ഏത് കാലത്ത് ഇറങ്ങുന്ന ദൈവത്തിന് അറിയാം. അല്ല, ഈ സമരം ചെയ്ത് കഴിഞ്ഞാൽ അല്ല ശോഭി, വേറെ കാര്യം ചോദിക്കട്ടെ. ഇത്രയും നാള് നീട്ടുന്ന സമരം, എന്തായാലും ആശുപത്രി മാനേജ്മെന്റ് പറയുന്നത് ഈ സമരം കൊണ്ട് കൂട്ടിക്കൊടുക്കാൻ പോകുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരം ചെയ്യുന്നത് വേസ്റ്റ് ആവുമല്ലെന്ന് എന്തായാലും കൂട്ടിക്കൊടുക്കും. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ മാനേജ്മെന്റ് കൂട്ടൂ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ സമരം ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയുള്ളൂ. തുടക്കം മുതലേ ഇവര് പറയുന്നത് കൂട്ടി തരില്ല തന്നെയാണ്. അത് കേട്ടിട്ട് തന്നെയാണ് സമരത്തിൽ ഇറങ്ങിയത്. സമരത്തിൽ ഇറങ്ങിയത് എന്താ, എന്തെങ്കിലും കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കൂട്ടി തരില്ല, നിങ്ങൾ അതുവരെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതുവരെ സമരം പോകും, സ്വാഭാവികമാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോ അതിലെന്താണ് ശോഭി അർത്ഥമുള്ളേ? അല്ല, അതിലെന്താ അർത്ഥമുള്ളേ? അതായത് അർത്ഥമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സമരത്തിന് ഇറങ്ങിയത്? അതെ, അതായത് എന്തായാലും കൂട്ടും. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശോഭി, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് പബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ അവിടെ വർധന ഉണ്ടാവൂ എന്ന് മാനേജ്മെന്റ് തീർത്തു പറയുന്നു. പിന്നെ ഈ യുവതി യുവാക്കൾ അതായത് തെരുവോരങ്ങളിൽ സമരം ചെയ്യുവാന്നേ, അതായത് രോഗികളെ പരിചരിക്കേണ്ട, രോഗികളെ ശുശ്രൂഷിക്കേണ്ട, അവരമ്മയെ പോലെയൊക്കെ കൊണ്ട് നടക്കേണ്ട നേഴ്സുമാരാണ്. അത് ഭൂമിയിലെ മാലാഖമാർ എന്നൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്നവരാണ് തെരുവിൽ സമരം ചെയ്തത്. അപ്പൊ എന്തായാലും അവർക്കൊരു ശമ്പള പരിഷ്കരണം വരുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് ഉറപ്പ് 2 മാസം എന്നാണല്ലോ പറഞ്ഞത്. 2 മാസം എന്നാണല്ലോ പറഞ്ഞത്. വൈകി ലഭിക്കുന്ന നീതി നിഷേധം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി എന്തായാലും കിട്ടും. അത് 5 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റുമോ? ഇതുകൊണ്ട് കാലാനുസൃതമായിട്ടൊരു വർധനവ് കൊടുക്കാനാണ് പറയുന്നത്. അത് കൊടുക്കാൻ അവര് ഇപ്പൊ ഓൾറെഡി അകത്തുള്ളവർക്ക് 4,000 രൂപ കൂട്ടി കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. ഇപ്പൊ അമല ചെയ്ത കണക്ക് തന്നെ അമല സമരം കഴിഞ്ഞപ്പോ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അകത്ത് കുറച്ച് കൂട്ടി, അതിപ്പോ ഇവർക്കും കൂടെ കൊടുക്കാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അകത്ത് കൂട്ടിയത് ഇവർക്ക് സമരക്കാരും കൂടെ കൊടുക്കാന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ള രീതിക്ക് വ്യാഖ്യാനിച്ച് വട്ടം കൊണ്ടുപോണേ? ഓക്കെ ശോഭി, അത് നമുക്ക് ഒത്തിരി സമയം, നമ്മൾ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഏകദേശം 1 മണിക്കൂർ സമയമാകാനായി. സാറിന് കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്ന ഇതാണ്, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഷോബി, അമലയിലത്തെ ഡയറക്ടർ അച്ഛൻ സമരം ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ ഏപ്രിൽ മാസം മുതൽ കൊടുത്തെന്നുള്ള വീഡിയോ ഒന്ന് എനിക്ക് അയച്ചു തന്നോളൂ കേട്ടോ. അപ്പൊ അത് അയച്ചു തരണം. ഞാൻ പറയുന്ന ഇതാണ്, യാഥാർത്ഥ്യം പൊതുവെ ഈ സമൂഹത്തിന് അറിയാം. അമലയുടെ വിശദീകരണ കുറിപ്പൊക്കെ ഞാൻ കണ്ടതാണ്. അതാണ് ഇത്രയും ധൈര്യപൂർവ്വം കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത്. അമലയുടെ കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത് സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നറിയാം. നിങ്ങൾ ഇന്നലെ കയറിയത് നല്ലൊരു ജസ്റ്ററാണ്, സ്വാഗതം ചെയ്യുന്നു. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾ സമരം ചെയ്തതിന്റെ പേരിലോ ആർഗ്യുമെന്റ് നടത്തിയതിന്റെ പേരിലോ 100 ദിവസം ഇരുന്നതിന്റെ പേരിലോ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയാം. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് മിനിമം വേജ് ഏറ്റവും പെട്ടെന്ന് ഇറക്കാനുള്ള ഒരുമിച്ചുള്ള പരിശ്രമം തുടരാം. താങ്ക് യു. തീർച്ചയായിട്ടും. അതായത് 3 മാസങ്ങളോളമായി സമരങ്ങൾ തുടരുകയാണ്. അത് വേതന പരിഷ്കരണം തന്നെയാണ് പ്രധാനമായും UN മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പബ്ലിഷ് ചെയ്യട്ടെ എന്താണ് ശമ്പളം എന്നുള്ളത്, അടിസ്ഥാന ശമ്പളം എന്നുള്ളത് തന്നെയാണ് മാനേജ്മെന്റിന്റെയും തീരുമാനം. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രത്യേകമായ ഒരു ആവശ്യം. അതിന്റെ കാരണം ആശുപത്രിയാണ്, ജനങ്ങൾക്ക് പോകാനുള്ള ഒരു അഭയകേന്ദ്രമാണ്. അതിന്റെ മുന്നിൽ ആവരുത് സമരം എന്നുള്ളത് ജനങ്ങൾക്കും ഞെട്ടലോടുകൂടി മാത്രം കണ്ടിരിക്കുന്ന ഒന്നാണ്. ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നഴ്സുമാരുടെ യൂണിയന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ, പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.